യെസ്. അപ്പോൾ ഇനി എല്ലാവരും എഴുതിക്കോ, സ്റ്റീരിയോ കെമിസ്ട്രി ഓഫ് SN1 റിയാക്ഷൻ. സ്റ്റീരിയോ കെമിസ്ട്രി ഓഫ് SN1 റിയാക്ഷൻ. യെസ്, ബോർഡിൽ വരക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ മുകളിൽ ഒരു CH3 എഴുതിയിട്ടുണ്ട്, താഴെ ഒരു C2H5 എഴുതിയിട്ടുണ്ട്, ഇവിടെ ഒരു H, ഇവിടെ Cl. ഇതൊരു ആൽക്കൈൽ ഹാലൈഡാണ്. അതോടൊപ്പം ഏത് സ്റ്റീരിയോ കെമിസ്ട്രി ഉണ്ട്, അതായത് അസിമെട്രിക് കാർബൺ ഉണ്ട്. ഇതിലേക്ക് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഇത് അയോണൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഒരു കാർബോ കാറ്റോൺ കിട്ടും. കാർബോ കാറ്റോൺ കിട്ടും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാർബോ കാറ്റോൺ ഉണ്ടാവില്ലേ? യെസ്, ഇത് CH3 അല്ല, ഇത് എന്ത് വേണമെങ്കിൽ എഴുതാം കേട്ടോ. ഇവിടെ നിങ്ങൾ എന്ത് വേണമെങ്കിൽ എഴുതാം, C2H5 ദെൻ H. ഇത് മാറി എഴുതിയാലും കുഴപ്പമില്ല. കാരണം എന്താണ്? ഇത് കാർബോ കാറ്റോൺ ആണ്. കാർബോ കാറ്റോൺ ആകുമ്പോൾ പ്ലെനാറാണ്. പ്ലെനാർ എന്ന് പറഞ്ഞാൽ ഇതിപ്പം പ്ലെനാർ അല്ല, ഇത് പ്ലെനാറാണ്. ഇതിൽ എല്ലാ ഗ്രൂപ്പുകളും ഒരേ പ്ലെയിനിലാണ്. അതുകൊണ്ട് ഇവിടെ നിങ്ങൾ നോക്കി അത്ര ശ്രദ്ധിച്ചിട്ട് എഴുതേണ്ട ആവശ്യമില്ല, കേട്ടോന്നേ. ഇനി എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഒരു കാർബോ കാറ്റോൺ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഞാൻ പറഞ്ഞിട്ടേ, കാർബണിൽ പ്ലസ് ചാർജ് വന്നാൽ എന്താ അർത്ഥം? കാർബണിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഇലക്ട്രോൺ ആരുടെ കൂടെയോ പോയി എന്ന് പറഞ്ഞാൽ ആ കാർബണിൻ്റെ ഒരു p ഓർബിറ്റ് empty ആയി. അപ്പോൾ ഞാനൊരു empty p ഓർബിറ്റ് കൂടെ വരച്ചു, കണ്ടാ? മനസ്സിലായി? കാർബോ കാറ്റോൺ. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഈ കാർബോ കാറ്റോണിനെ ഏത് അറ്റാക്ക് ചെയ്യുന്നു? ന്യൂക്ലിയോഫിൽ അറ്റാക്ക് ചെയ്യുന്നു. അത് വരയ്ക്കുമ്പോൾ എങ്ങനെ വേണം വരക്കാം? ഞാൻ നിങ്ങൾ പറഞ്ഞു, എവിടെ CH3 എവിടെ C2H വരക്കാം. പക്ഷേ നമ്മൾ വരച്ചത് ഇവിടെ ആയതുകൊണ്ട് ഇവിടെ തന്നെ കാണിക്കാം. അപ്പോൾ CH3 പിന്നെയോ H അല്ലേ? ഇതാണുള്ളത്. ഇവിടെ OH മൈനസ് അറ്റാക്ക് ചെയ്യുന്നു, കേട്ടോ? ഞാൻ വരക്കുമ്പോൾ തന്നെ വരക്കാം. അറ്റാക്ക് ചെയ്യുമ്പോൾ ഇവിടെ രണ്ട് പോസിബിലിറ്റി ഉണ്ട്. എന്താ പോസിബിലിറ്റി? ഇത് എബവ് ദി പ്ലെയിൻ, ഇത് ബിലോ ദി പ്ലെയിൻ. രണ്ട് സ്ഥലത്തും ഇതൊരു പ്ലെയിൻ. അപ്പോൾ അറ്റാക്ക് ചെയ്യുമ്പോൾ ഒന്നിക്കിൽ ഇപ്പുറത്തെ ഈ മുകളിലേക്ക് വരാം, അല്ലെങ്കിൽ താഴേക്ക് വരാം. എബവ് ദി പ്ലെയിനിൽ അറ്റാക്ക് ചെയ്യാം, അല്ലെങ്കിലോ ബിലോ ദി പ്ലെയിൻ. കിട്ടുമെന്നേ, മനസ്സിലായോ? അപ്പോൾ എബവ് ദി പ്ലെയിനിലും അറ്റാക്ക് ചെയ്യാം, ബിലോ ദി പ്ലെയിനിലും അറ്റാക്ക് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിലോ നമുക്ക് രണ്ട് ടൈപ്പ് പ്രോഡക്റ്റ് കിട്ടും. എബവ് ദി പ്ലെയിനിലാണ് അറ്റാക്ക് ചെയ്യുന്നതെങ്കിൽ, കേട്ടോ, ഈ എബവ് ദി പ്ലെയിനിലാണ് അറ്റാക്ക് ചെയ്യുന്നതെങ്കിൽ എവിടുന്നാണ് Cl പോയത്? Cl ഇവിടെ അല്ലേ? അവിടെ തന്നെ വായിച്ചുണ്ടാവും. ബാക്കിയുള്ള ഗ്രൂപ്പുകൾ തൽക്കാലം നിങ്ങൾ അതുപോലെ എഴുതാം. ഓക്കെ, H C2H5 കണ്ടില്ലേ? ഇതാണ് എബവ് ദി പ്ലെയിനിൽ അറ്റാക്ക് ചെയ്താലുള്ള ഐഡിയ, കേട്ടോ? അവിടെ ഞാൻ ഫ്രണ്ട് അറ്റാക്ക് തന്നിട്ടുണ്ട്, ഫ്രണ്ട് അറ്റാക്ക്, കേട്ടോ? ഇത് ബാക്ക് അറ്റാക്ക്. ബാക്ക് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ബിലോ ദി പ്ലെയിൻ. രണ്ട് പോസിബിൾ ഉണ്ടാവും. കാരണം എന്താണ്? ഇത് പ്ലെനാറല്ലേ? ഇനി പ്ലസ് ഏതും കിട്ടും. ഇവിടെ CH3, ഇവിടെ C2H5, ദെൻ ഈ OH ഇപ്പുറത്തേക്ക് വരും, ഇത് H ആവും, കേട്ടോ? CLൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇത് അറ്റാക്ക് ചെയ്യുക, OH അറ്റാക്ക് ചെയ്യുക. ക്ലിയർ ആയോ? ഇതാണ് സംഭവം. അപ്പോൾ ഇതിനെ കണ്ണാടിക്കാട്ട് ഇത് കിട്ടൂലേ? കിട്ടും. അപ്പോൾ ഇത് ഒന്ന് ഡെക്സ്ട്രോ ആണെങ്കിൽ ഇതെന്തായിരിക്കും? ലീവ് ആയിരിക്കും. ഇതിൻ്റെ പോസിബിലിറ്റി ഈക്വൽ പോസിബിലിറ്റി ആയതുകൊണ്ട് അത് 50% ഡെക്സ്ട്രോ 50% ലീവോ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് റെസിമിക് മിക്സർ ആയിരിക്കും. മനസ്സിലായോ? ക്ലിയർ? ഇതാണ് ഇതിൻ്റെ ഐഡിയ. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട പോയിന്റ് എഴുതുന്നതിന് മുമ്പായിട്ട് ഇതൊന്ന് വരച്ചിട്ട് ഞാൻ പോയിന്റ് പറഞ്ഞുതരാം. നോക്ക്. യെസ്, ഇനി ശ്രദ്ധിക്കുക. അപ്പോൾ എന്താ പറയേണ്ടത്? SN1 റിയാക്ഷനിൽ രണ്ട് പോസിബിലിറ്റിയിൽ അറ്റാക്ക്. അതുകൊണ്ട് നമുക്ക് ഇത് കിട്ടും. എന്താ നമുക്ക് കിട്ടുന്നത്? ഡെക്സ്ട്രോ ഐസോമർ മാത്രമാണോ, അല്ല ഡെക്സ്ട്രോ ഐസോമർ പ്ലസ് ലീവോ ഐസോമർ ഇടുന്നുണ്ടോ? രണ്ടും കിട്ടും, കേട്ടോ? ഇൻ SN1 reaction, since the carbocation is planar, the nucleophile can attack on either side, bracket above the plane and below the plane. On either side, bracket above the plane and below the plane. To form a racemic mixture. To form a racemic mixture. Clear ആയില്ലേ? യെസ്. ഇപ്പോൾ SN1 റിയാക്ഷൻ ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത് നെക്സ്റ്റ് എഴുതിക്കോ. അടുത്തത് സ്റ്റീരിയോ കെമിസ്ട്രി ഓഫ് SN2 റിയാക്ഷൻ. എഴുതിക്കോ, സ്റ്റീരിയോ കെമിസ്ട്രി ഓഫ് SN2 റിയാക്ഷൻ.
സ്റ്റീരിയോ കെമിസ്ട്രി ഓഫ് SN2 റിയാക്ഷൻ. നോക്കുക, ഇത് ക്ലോറിൻ, ഇത് H, ഇത് CH3, ഇത് C2H5. ഞാൻ ഒരേ കോമ്പൗണ്ട് എടുക്കണേ. ഏത് കോമ്പൗണ്ടാണ് SN1 നല്ലത്, ഏത് കോമ്പൗണ്ട് SN2 നല്ലത് നോക്കാൻ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്യുന്നത് ബാക്ക് സൈഡിലൂടെയാണ്. അത് ഞാനത്തെ പറയാൻ വിട്ടു. ഈ ബാക്ക് സൈഡിലൂടെ അറ്റാക്ക് ചെയ്യുന്ന കാരണം എന്താണ്? ഇത് ഈ ന്യൂക്ലിയോഫൈൽ വരുന്നത് എന്തിനു വേണ്ടി? ഈ ക്ലോറിനെ ഒഴിവാക്കാനല്ലേ. അപ്പോൾ ക്ലോറിൻ്റെ ഫ്രണ്ടിലൂടെ വന്നു കഴിഞ്ഞാൽ എന്ത്, അതിന് സംശയം തോന്നില്ലേ? അതുകൊണ്ട് അത് ബാക്കിലേക്കൂടെ മെല്ലെ 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 വരുന്നത്. മനസ്സിലായോ? സ്പീഡിലും അല്ല, വളരെ മെല്ലെയാണെന്ന് ഈ OH മൈനസ് വരുന്നത് ബാക്കിലേക്കൂടെയാണ്. ബാക്കിലേക്കൂടെ ആകുമ്പോൾ പേടിയില്ലാതെ വരാമല്ലോ. അപ്പോൾ OH മൈനസ് അറ്റാക്ക് ചെയ്യുന്നു. അറ്റാക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിച്ചത് പറ. ആ കാർബണും പിന്നെ ഇതിൻ്റെ കൂടെയുള്ള ആ CH3 പിന്നെയോ H, C2H5 ഈ 3 ഗ്രൂപ്പുകൾ അതുപോലെ ഉണ്ട്. അത് പിന്നെ ഏത് ഇവിടെ Cl ബ്രേക്ക് ആവാൻ തുടങ്ങും, ഇവിടെ OH ഫോം ചെയ്യാൻ തുടങ്ങും അല്ലേ. പക്ഷേ ബാക്കിൽ കൂടെ വരാൻ പറ്റും കേട്ടോ. ഇതാണ് ഇൻ്റർമീഡിയറ്റ്. ആ ഇൻ്റർമീഡിയറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ പ്രോഡക്റ്റ് എഴുതുമ്പോൾ നമുക്ക് നേരത്തെ ഇവിടെ ഒരു അറ്റാക്കിലെ ചാൻസ് ഉള്ളൂ, ബാക്ക് അറ്റാക്കിലെ ചാൻസ് ഉള്ളൂ, ഫ്രണ്ട് അറ്റാക്ക് ചാൻസ് ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് ബാക്ക് അറ്റാക്ക് മാത്രം നടക്കുന്നതുകൊണ്ട് OH Cl എവിടെയാണോ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വരും. അപ്പോൾ ഇവിടെ OH ഇവിടെ H ആക്കണം കേട്ടോ. മനസ്സിലായോ? എവിടെയാണോ Cl ഉണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ H എഴുതണം എന്ന്. ക്ലിയർ ആയോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒറ്റ പ്രോഡക്റ്റ് കിട്ടും, ഒരു സ്റ്റീരിയോ ഐസോമർ കിട്ടും. അത് ഇതിപ്പോൾ ഡെക്സ്ട്രോ ആണോ, ഈ പ്രോഡക്റ്റ് ഡെക്സ്ട്രോ ആണോ ലീവോ ആണോ നമുക്ക് പറയാനാവില്ല. ചിലപ്പോൾ ഡെക്സ്ട്രോ ആയിരിക്കും, ചിലപ്പോൾ ഏതായിരിക്കും ലീവോ ആയിരിക്കും. ഇത് ഡെക്സ്ട്രോ ആണെങ്കിലും ഇത് ഡെക്സ്ട്രോ ആണെന്ന് പറയാനാവില്ല കേട്ടോ. അല്ല, ഇത് ലീവോ ആണെന്ന് പറയാനാവില്ല. ഇത് ഡെക്സ്ട്രോ ആണെന്ന് ഇരിക്കും. ഇവിടെ Cl റൈറ്റ് സൈഡ് അല്ലേ, ഇവിടെ OH ലെഫ്റ്റ് സൈഡ് അല്ലേ. ഇത് ഡെക്സ്ട്രോ ആണെന്ന് നിങ്ങൾ സങ്കല്പിക്കും. പക്ഷേ ഈ OH വന്ന സാധനം ലീവോ ആണെന്ന് പറയാനാവില്ല എന്ന് കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്രോഡക്റ്റ് മേ ബി ഡെക്സ്ട്രോ ഓർ ലീവോ ഐസോമർ, പക്ഷേ ഒരു സിംഗിൾ സ്റ്റീരിയോ ഐസോമറെ കിട്ടും കേട്ടോ. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതിക്കോ ഇൻ SN2 റിയാക്ഷൻ, in SN2 reaction the nucleophile can attack only on the side. In SN2 reaction the nucleophile can attack only on the side. The nucleophile can attack only on the side opposite to that of halogen. The nucleophile can attack only on the side opposite to that of halogen. Only on the side opposite to that of halogen. Therefore only a single stereoisomer is formed. Only a single stereoisomer is formed. Therefore only a single stereoisomer is formed. അത്രയും മതി. എന്നിട്ട് ഇത് വരച്ച് വെച്ചാൽ മതി. ഓൺലി എ സിംഗിൾ സ്റ്റീരിയോ ഐസോമർ ഈസ് ഫോംഡ്. ഇത് വരച്ച് വെച്ചാൽ മതി. അപ്പോൾ SN1 SN2 റിയാക്ഷൻസ് നമ്മൾ പഠിച്ചില്ലേ. SN1 ഏതാ റിയാക്ടിവിറ്റി കൂടുതലുള്ള ആൽക്കൈൽ ഹാലൈഡ്? ടേഷ്യറി, പിന്നെ സെക്കൻഡറി, പിന്നെ പ്രൈമറി അല്ലേ. ഇപ്പോൾ ഈ ലെവലിൽ അത് മതി കേട്ടോ. SN2 ഏറ്റവും കൂടുതൽ റിയാക്റ്റീവ് ആയിട്ടുള്ള മീഥൈൽ ഹാലൈഡാണ്. അത് കഴിഞ്ഞാൽ പ്രൈമറി, അത് കഴിഞ്ഞാൽ സെക്കൻഡറി, അത് കഴിഞ്ഞാലോ ടേഷ്യറി. അപ്പോൾ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഉത്തരം എഴുതാൻ പറ്റും അല്ലേ. ഇനി നമുക്ക് പിന്നെ അടുത്തത് ഈ കുറച്ച് എക്സ്ട്രാ റിയാക്ഷൻസ് ഉണ്ട്. അതിൽ പിന്നെ ന്യൂക്ലിയോഫൈൽ, അതായത് ഒരു റിയേജൻറ്റ് എഴുതിയാലേ ആ റിയേജൻറ്റിൽ ഏതാണ് ന്യൂക്ലിയോഫൈൽ എന്നറിയണം. ന്യൂക്ലിയോഫൈൽ ഓക്കെ. അപ്പോൾ റിയേജൻറ്റ് ഈസ് അക്വസ് KOH. ന്യൂക്ലിയോഫൈൽ നമ്മൾ പറഞ്ഞ OH മൈനസ് അക്വസ് NaOH അല്ലെങ്കിൽ KOH. ഓക്കെ. ദെൻ അടുത്തത് പിന്നെ വരുന്നത് പ്രധാനപ്പെട്ട റിയേജൻറ്റ് യെസ് വാട്ടർ. അപ്പോൾ ന്യൂക്ലിയോഫൈൽ വാട്ടർ തന്നെയാണ്, H2O കേട്ടോ. പിന്നെ ഇവിടെ നോക്കുക, അക്വസ് KOH ആണെങ്കിൽ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് ആൽക്കൈൽ ഹാലൈഡ് ആൽക്കഹോളായി മാറും, ROH. സ്പോട്ടിൽ എഴുതിക്കുന്ന സമയം കളയണ്ട. H2 ആണ് റിയേജൻ്റ്, ന്യൂക്ലിയോഫൈൽ H2O തന്നെയാണ്, അല്ലാതെ OH മൈനസ് അല്ല. പ്രോഡക്റ്റ് ROH ആണ്, പ്രോഡക്റ്റ് ROH. അതിൻ്റെ ചേഞ്ച് ചെയ്യാൻ ഇവിടെ പറയാൻ ശ്രദ്ധിക്കുക. ചേഞ്ച് ശ്രദ്ധിക്കുക. ROH അല്ലുള്ളത്. ROH എന്ത് ചെയ്യും? ROH അല്ല, സോറി, ആൽക്കൈൽ ഹാലൈഡ് RX, അത് വാട്ടർ H2O. ഇവിടെ നോക്കും, വാട്ടർ ഇവിടെ ലോൺ പെയർ ഉണ്ട്, ഇത് അറ്റാക്ക് ചെയ്യുക. SN1 റിയാക്ഷൻ ആണെന്ന് അറിയാലോ, അതുകൊണ്ട് ഞാൻ മെക്കാനിസം എഴുതുന്നില്ല. അപ്പോൾ ROH വാട്ടർ റിയാക്ഷൻ എപ്പോഴും SN1 റിയാക്ഷൻ ആയിരിക്കും. എന്താ കാരണം? ROH അല്ല, സോറി, RX വാട്ടറുമായിട്ട് റിയാക്ഷൻ എപ്പോഴും SN1 ആയിരിക്കും. എന്താ കാരണം? വാട്ടർ വീക്ക് ന്യൂക്ലിയോഫൈലാണ്.
അപ്പോൾ ഈ റിയാക്ഷൻ RX+H2O ആണ് റിയാക്ഷൻ എങ്കിൽ ഞാൻ ചെറുതായിട്ടൊരു മെക്കാനിസം പറഞ്ഞുതരാം. RX ആദ്യം അയോണൈസ് ചെയ്യുമ്പോൾ R+ഉം പിന്നെ എന്ത് കിട്ടും, X- കിട്ടും. എന്നിട്ട് R+ കാർബോകാറ്റയോണിനെ വാട്ടർ അറ്റാക്ക് ചെയ്യും. വാട്ടർ അറ്റാക്ക് ചെയ്യുമ്പോൾ ഇതിവിടെ അറ്റാക്ക് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ROH2+ കിട്ടും. ROH2+. ഇനി അതിൽ നിന്ന് എന്ത് റിമൂവ് ചെയ്യും, H+ റിമൂവ് ചെയ്യും. അപ്പോൾ H+ റിമൂവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ROH. അതാണ് നമ്മൾ ROH കേട്ടോ. അതെപ്പോഴും SN1 റിയാക്ഷനാണ്. ആ റിയാക്ഷനെ സോൾവോളിസിസ് എന്ന് പറയും. എന്താ പറയുക, സോൾവോളിസിസ്. എന്തുകൊണ്ടാണ്, സോൾവന് തന്നെ ന്യൂക്ലിയോഫൈലായിട്ട് ആക്ട് ചെയ്യുന്നു കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത് അമോണിയ ആണെങ്കിൽ യെസ് ന്യൂക്ലിയോഫൈൽ അമോണിയ തന്നെ. ഇതേപോലെ തന്നെ ഈ ലോൺ പെയർ അറ്റാക്ക് ചെയ്യും. എന്നിട്ട് RNH3+ ഉണ്ടാവും. എന്നിട്ട് അതിൻ്റെ H+ പോകും. അപ്പോൾ RNH2 കിട്ടും. RNH2 കേട്ടോ. ഓക്കെ, ദെൻ അതുപോലെ തന്നെ പിന്നെ വേണ്ടുന്ന മറ്റൊരു യെസ് പിന്നെ NaNO3 അല്ലെങ്കിൽ KNO3. NaNO3 ഓർ NaNO2 അല്ല, NaNO2 ഓർ KNO2. ഇതാണ് എങ്കിൽ ഇതിൽ ന്യൂക്ലിയോഫൈല് ഏതാണെന്ന് വെച്ചാൽ ഇതിൽ ശരിക്കും NO2- ആണ് ഉണ്ടാവല്. NO2- നെഗറ്റീവ് ചാർജ് നൈട്രജനിലാണ്. പക്ഷെ അതിനേക്കാൾ പിന്നെ ഏത് സ്റ്റേബിൾ ONO- ആണ്. അതായത് ഇതിൻ്റെ ഐസോമറിക് ആയ സാധനം ONO-. കാരണം ഓക്സിജൻ മൈനസ് അതിലുള്ള സ്റ്റേബിൾ രണ്ടും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോഡക്റ്റ് RONO2 കിട്ടും പ്ലസ് RNO2 കിട്ടും. അപ്പോൾ മേജർ പ്രോഡക്റ്റ് RONO ആണ്. RONO എന്ന് പറഞ്ഞാൽ ആൽക്കൈൽ നൈട്രൈറ്റ്. NITRITE അതാണ് മേജർ പ്രോഡക്റ്റ് കേട്ടോ, ആൽക്കൈൽ നൈട്രൈറ്റ്. ഓക്കെ, മേജർ പ്രോഡക്റ്റ് കിട്ടിയില്ലേ. ഇനി അതേപോലെ തന്നെ AgNO2 ആണെങ്കിൽ അവിടെ AgNO2 ഇത് അയോണിക് ആയതുകൊണ്ട് അയോണൈസ് ചെയ്തിട്ട് NO2- കിട്ടും. അതിൻ്റെ സ്റ്റേബിളായ ONO- ആയി മാറും. ഇതിലധികം അയോണൈസ് ചെയ്യില്ല. അതുകൊണ്ട് ഈ നൈട്രജനിലെ ലോൺ പെയറാണ് അറ്റാക്ക് ചെയ്യൽ. മനസ്സിലായോ? ചെറിയൊരു ചാൻസ് അയോണൈസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം ഏത് കിട്ടും, ഇതിൽ അറ്റാക്ക് നടക്കുക Nലാണ്. അറ്റാക്ക് നടക്കുമ്പോൾ NO2 മേജർ പ്രോഡക്റ്റ് കേട്ടോ. അപ്പോൾ NO2 ആണ്, RNO2 ആണ് മേജർ പ്രോഡക്റ്റ്. RNO2 കുറച്ച് ഏത് കിട്ടും, RONO. അപ്പോൾ മേജർ പ്രോഡക്റ്റ് നൈട്രോ ആൽക്കൈൽ. ഇതാണ് നൈട്രോ ആൽക്കൈൽ. ഇതിൽ നമ്മൾ ഇലക്ട്രോഫൈൽ ഞാൻ ന്യൂക്ലിയോഫൈൽ എഴുതുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് AgNO2 കൂടുതൽ അയോണിക് അല്ല, ലെസ് അയോണിക് ആണ്, അല്ലെങ്കിൽ മോർ കോവാലൻ്റ് ആണ്. അതുകൊണ്ട് ഇവിടെ ഈ നൈട്രജൻ ആറ്റത്തിലെ ലോൺ പെയർ അറ്റാക്ക് ചെയ്യുക. മനസ്സിലായോ? അതുകൊണ്ടാണ്. പക്ഷേ അതിന് ഇന്ന് കുറച്ചൊക്കെ അയോണൈസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് NO2- കിട്ടും. ആ NO2- ONO- ആയി മാറുകയും ചെയ്യും. അപ്പോൾ അറ്റാക്ക് നടക്കുന്ന Nലായതുകൊണ്ട് മേജർ പ്രോഡക്റ്റ് RNO2 ആണ്. മനസ്സിലായോ? പ്ലസ് RONO കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൽ ന്യൂക്ലിയോഫൈൽ അത് തന്നെ നമുക്ക് എഴുതാം, NO2- ONO- കേട്ടോ. ക്ലിയർ? ദെൻ അതേപോലെ തന്നെ പിന്നെ പൊട്ടാസ്യം സയനൈഡ് അല്ലെങ്കിൽ സോഡിയം സയനൈഡ് ഇതിലാണെങ്കിൽ CN- ആണ് കിട്ടൽ. CN- ഐസോമറിക് വിത്ത് NC- ആണ്. പക്ഷേ എന്താണ്, അയോണൈസ് ചെയ്യുമ്പോൾ CN- ആണെങ്കിൽ RCN കിട്ടും, RNC കിട്ടും. പക്ഷെ അതിൽ കാർബൺ ബോണ്ടാണ് കാർബൺ നൈട്രജൻ ബോണ്ടിനേക്കാൾ സ്ട്രോങ്. അതുകൊണ്ട് കൂടുതൽ സയനൈഡ് കിട്ടും. കാർബൺ ബോണ്ടാണ്, കാർബൺ ബോണ്ട് ലെവൽ സയനൈഡിലാണ്. കാർബൺ നൈട്രജൻ ബോണ്ടോ ഐസോസയനൈഡിൽ. അതുകൊണ്ട് തന്നെ മേജർ പ്രോഡക്റ്റ് ഏതാ കിട്ടുക, സയനൈഡ് കേട്ടോ. മേജർ പ്രോഡക്റ്റ് ക്ലിയർ ആയില്ലേ? ഇതിൽ മേജർ പ്രോഡക്റ്റ് ഇതാണേ. ഓക്കെ, ഇനി അതേ സമയത്ത് പിന്നെ KCN. ഇനി അതേ സമയത്ത് AgCN ആണെങ്കിൽ ഇത് കൂടുതൽ കോവാലൻ്റ് ആണ്. അതുകൊണ്ട് ഇത് അധികം അയോണൈസ് ചെയ്യില്ല. അപ്പോൾ ഇവിടെ ഈ CNലുള്ള ലോൺ പെയർ അറ്റാക്ക് ചെയ്യുക. അപ്പോൾ CN- NC- തന്നെ നമുക്ക് ഏതെഴുതാം, ന്യൂക്ലിയോഫൈൽ എഴുതാം. പക്ഷേ അവിടെ ഡയറക്റ്റ് ആയിട്ടുള്ള അറ്റാക്കിന് ചാൻസ് കൂടുതൽ Nലാണ്. കാരണം കൂടുതൽ അയോണൈസ് ചെയ്യില്ല, കുറച്ച് മാത്രമേ അയോണൈസ് ചെയ്യൂ. അപ്പോൾ അതുകൊണ്ട് അയോണൈസ് ചെയ്യാതെ അറ്റാക്ക് നടക്കുകയാണെങ്കിൽ N അറ്റാക്ക് ചെയ്യുക. അപ്പോൾ മേജർ പ്രോഡക്റ്റ് എന്തായിരിക്കും, RNC പ്ലസ് RCN കേട്ടോ. ഐസോസയനൈഡാണ് മേജർ പ്രോഡക്റ്റ്. ക്ലിയർ ആയല്ലോ? 3 മനസ്സിലായോ? ഓക്കെ, ദെൻ അതേപോലെ തന്നെ യെസ് വേറൊരു ഇത് RCOAG ആണ്. RCOAG സിൽവർ സോൾട്ട് ഓഫ് ആസിഡ്. ഇതാണ് റിയേജൻറ്റ്, സിൽവർ സോൾട്ട് ഓഫ് ആസിഡ്. ഇതിന് ന്യൂക്ലിയോഫൈൽ RCO- ആണ്. RCO- പ്രോഡക്റ്റ് കിട്ടുക RCOOR. RCOOR ഏതാ, എസ്റ്റർ അല്ലേ?
RCOOR എസ്റ്റർ കേട്ടോ, പ്രോഡക്റ്റ് എസ്റ്റർ. അപ്പോൾ സിൽവർ സോൾട്ട് ഓഫ് ആസിഡ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഓക്കെ, അപ്പോൾ ഐഡിയ ക്ലിയർ ആയോ? ഇനി ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് ആണെന്ന് ഇരിക്കുക, അത് റെഡ്യൂസിങ് ഏജൻ്റ് ആണ്, എന്നാലും അതിൽ H- ആണ് ന്യൂക്ലിയോഫൈൽ. അപ്പോൾ പ്രോഡക്റ്റ് RH, അതായത് ഹൈഡ്രോ കാർബൺ, പ്രോഡക്റ്റ് RH ഹൈഡ്രോ കാർബൺ. ഓക്കെ, അപ്പോൾ ഇതിൽ മെയിനായി നോക്കേണ്ടത് NaNO2 KNO2 ആണെങ്കിൽ മേജർ പ്രോഡക്റ്റ് RONO ആൽക്കൈൽ നൈട്രൈറ്റ് പ്ലസ് RNO2 കിട്ടും കുറച്ച്. AgNO2 ആണെങ്കിൽ മേജർ പ്രോഡക്റ്റ് RNO2 നൈട്രോ ആൽക്കൈൽ, RONO കുറച്ച് കിട്ടും. അതേപോലെ KCN അല്ലെങ്കിൽ NaCN ആണെങ്കിൽ അയോണിക് ആണ്, അതുകൊണ്ട് തന്നെ കൂടുതൽ അയോണിക് ആണ്, അതുകൊണ്ട് CN- കിട്ടും, കുറച്ച് ഐസോമറിക് ആയ NC- ഉണ്ടാവും. അപ്പോൾ RCN മേജർ പ്രോഡക്റ്റ് കിട്ടും. സയനൈഡ് RNC കുറച്ച് കിട്ടും. ഇനി AgCN ആണെങ്കിൽ അത് കൂടുതൽ കോവാലൻ്റ് ആണ്, അതുകൊണ്ട് N കൂടുതൽ അറ്റാക്ക് ചെയ്യില്ല. N അറ്റാക്ക് ചെയ്യുമ്പോൾ NC മേജർ പ്രോഡക്റ്റ്, അപ്പോൾ RNC ഐസോസയനൈഡാണ് മേജർ പ്രോഡക്റ്റ്. ഓക്കെ, കുറച്ച് RCN കിട്ടും. പിന്നെ ഈ രണ്ടെണ്ണം ജസ്റ്റ് ഓർമ്മിക്കുക. സിൽവർ സോൾട്ട് ഓഫ് ആസിഡ് ആണെങ്കിൽ RCO- ആണ്, പിന്നെ ഏത് ന്യൂക്ലിയോഫൈൽ പ്രോഡക്റ്റ് എസ്റ്റർ RCOOR. ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് ആണെങ്കിൽ H- ആണ് ന്യൂക്ലിയോഫൈൽ പ്രോഡക്റ്റ് RH. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കോ. പ്രെഡിക്റ്റ് ദി മേജർ പ്രോഡക്ട്സ് ഫോർ ദി ഫോളോയിങ് റിയാക്ഷൻസ്. Predict the major products for the following reactions. CH3 CH2 Cl plus NaNO2. ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? C3 CH2 Cl plus NaNO2. ഇപ്പോൾ ഉത്തരം നിങ്ങൾക്ക് നേരിട്ട് എഴുതാം. പറഞ്ഞ ഉത്തരം മേജർ പ്രോഡക്റ്റ് പറയാം. C3 CH2 ONO, ഈഥൈൽ നൈട്രൈറ്റ് NiTrite മേജർ പ്രോഡക്റ്റ് ചോദിച്ചിട്ടുള്ളൂ. ഇനി CH3 CH2 Cl പ്ലസ് AgNO2 മേജർ പ്രോഡക്റ്റ് പറഞ്ഞേ. CH3 CH2 NO2 ഇതല്ലേ മേജർ പ്രോഡക്റ്റ്? ഓക്കെ, നൈട്രോ ഈഥെയ്ൻ. ഓക്കെ, ഇനി CH3 CH2 Cl പ്ലസ് KCN മേജർ പ്രോഡക്റ്റ് പറഞ്ഞേ. CH3 CH2 Cn ഈഥൈൽ സയനൈഡ്. ഇനി CH3 CH2 Cl പ്ലസ് AgCN പ്രോഡക്റ്റ് പറഞ്ഞേ. CH3 CH2 NC ഈഥൈൽ ഐസോസയനൈഡ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓക്കെ, ബാക്കിയുള്ളത് നേരെ പ്രോഡക്റ്റ് എഴുതാൻ വേണ്ടി ബുദ്ധിമുട്ടില്ല കേട്ടോ. ഓക്കെ, പൈഡി ക്ലിയർ ആയോ? ഇപ്പോൾ CH3 CH2 Br പ്ലസ് വാട്ടർ ഹീറ്റ് പ്രോഡക്റ്റ് പറഞ്ഞേ. ഉത്തരം C3 CH2 OH. നേരത്തെ പറഞ്ഞല്ലേ, C3 CH2 OH. ഓക്കെ, ബാക്കിയുള്ളത് ഞാൻ അധികം എഴുതുന്നില്ല, നേരെ പ്രോഡക്റ്റ് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, അടുത്തത് നമുക്ക് പഠിക്കേണ്ടത് എലിമിനേഷൻ റിയാക്ഷൻ ഓഫ് ആൽക്കൈൽ ഹാലൈഡ്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയ ആണ്, ശരിക്കും ശ്രദ്ധിക്കുക. എലിമിനേഷൻ റിയാക്ഷൻ. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ CH3 CH2 Cl എലിമിനേഷൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന റിയേജൻറ്റ് ആൽക്കഹോളിക് KOH ആണ്. അതായത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് വെള്ളം ചേർത്താൽ OH- ഉണ്ടാവും. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിലേക്ക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എത്തനോളിലേക്കാണ് ചേർത്തതെങ്കിൽ C2H5O- ഉണ്ടാവും. C2H5O- OH- വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബേസാണ്. ഒരു ബേസിന് ആരെയാണ് വേണ്ടത്? ആസിഡിന്. ആസിഡ് ഇല്ല എങ്കിൽ ഇല്ലാത്ത ആസിഡിനെ അതിൽ നിന്ന് എലിമിനേറ്റ് ചെയ്തിട്ട് ആ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യും. അതാണ് എലിമിനേഷൻ റിയാക്ഷൻ. അപ്പോൾ ഇത് ആൽഫ കാർബൺ, ഇതോ ബീറ്റാ കാർബൺ. ഈ ആൽഫ കാർബണിലെ ക്ലോറിനും ഈ ബീറ്റാ കാർബൺ H കൂടി HCl ആവും. അപ്പോൾ ഞാൻ -HCl എന്ന് എഴുതും. ആ HCl ആണ് ഈ ആൽക്കഹോളിക് KOH-മായി റിയാക്ട് ചെയ്യൽ കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ പ്രോഡക്റ്റ് കിട്ടുക? CH2 ഡബിൾ ബോണ്ട് CH2 കിട്ടിയോ? ഇനി അതേപോലെ തന്നെ CH3 CH2 Cl ആണെന്ന് ഇരിക്കാം. എഗെയിൻ ആൽക്കഹോളിക് KOH ആണ്. ആൽക്കഹോളിക് KOH അല്ലെങ്കിൽ സോഡിയം ഇൻ ലിക്വിഡ് അമോണിയ കേട്ടോ. ഇപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ആൽക്കഹോളിക് KOH പറയുന്നത് സോഡിയം ഇൻ ലിക്വിഡ് അമോണിയ ഫസ്റ്റ് ഇയർ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആൽക്കഹോളിക് KOH അപ്പോൾ ആൽക്കഹോളിക് KOH ചൂടാക്കണം കേട്ടോ. ഹീറ്റ് ചെയ്യാൻ എഴുതുന്നില്ല, ഇത് -HBr എഴുതാമുണ്ട്, അപ്പോൾ HCl എഴുതാമുണ്ട്. അപ്പോൾ ഇത് ആൽഫ, ഇതോ ബീറ്റ. ഈ ബീറ്റ അവിടുന്ന് H-ഉം ഈ Cl HCl ആവും. ആ HCl എലിമിനേറ്റ് ചെയ്യുക. പ്രോഡക്റ്റ് പറഞ്ഞേ CH3 CH ഡബിൾ ബോണ്ട് CH2. ക്ലിയർ ആയോ? ഇതാണ് റിയാക്ഷൻ.
എന്നാൽ ഈ റിയാക്ഷൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത് ഇങ്ങനെയാണ്. ഈ ഒറ്റ റിയാക്ഷൻ മാത്രമേ പറയേണ്ട ആവശ്യമുള്ളൂ. നോക്കൂ, ഇത് 2-chloroബ്യൂട്ടൈൻ ആണ്. 2-chloroബ്യൂട്ടൈൻ അല്ലെങ്കിൽ സെക്കൻഡറി ബ്യൂട്ടൈൽ ക്ലോറൈഡ്. 2-chloroബ്യൂട്ടൈൻ അല്ലെങ്കിൽ സെക്കൻഡറി ബ്യൂട്ടൈൽ ക്ലോറൈഡ്. സെക്കൻഡറി ബ്യൂട്ടൈൽ ക്ലോറൈഡ്. ഓക്കെ, ഈ കോമ്പൗണ്ട് ആൽക്കഹോളിക് AOHുമായിട്ട് ഹീറ്റ് ചെയ്തിരിക്കാം. ആൽക്കഹോളിക് AOH ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ, ഇവിടെ ഇതല്ലേ ആൽഫ കാർബൺ, ഇത് CH2ഉം ബീറ്റാ കാർബണാണ്, CH3യും ബീറ്റാ കാർബണാണ്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ CH2ന്നും H റിമൂവ് ചെയ്യാം, CH3 2 ബീറ്റാ കാർബൺ വന്നു അല്ലേ, 2 എണ്ണം വന്നു, കോമ്പറ്റീഷൻ വന്നു. അപ്പോൾ നിങ്ങൾക്ക് 2 പ്രോഡക്റ്റ് കിട്ടും. CH2ന്ന് Hഉം ഇവിടുന്ന് Clഉം പോയാൽ ഇവിടെ ഡബിൾ ബോണ്ട് വരും. പ്രോഡക്റ്റ് പറഞ്ഞേ, CH3 CH ഡബിൾ ബോണ്ട് CH3 പ്ലസ് ഇനി CH3ന്ന് Hഉം CHന്ന് Clഉം പോയി കഴിഞ്ഞാൽ എന്ത് കിട്ടും പറ? CH3 CH2 CH ഡബിൾ ബോണ്ട് CH2. ക്ലിയർ? പക്ഷേ ഇതിൽ മേജർ പ്രോഡക്റ്റ് ഒന്നാമത്തെയാണ്. ആ മേജർ പ്രോഡക്റ്റ് നമ്മൾ ഒരു പ്രധാനപ്പെട്ട റൂൾ പ്രകാരമാണ് എഴുതുന്നത്. ആ റൂളിൻ്റെ പേരാണ് സെയ്റ്റ്സഫ് റൂൾ. SAYTZEFF സെയ്റ്റ്സഫ് റൂൾ. ശരിയോ? സെയ്റ്റ്സഫ് റൂൾ. അപ്പോൾ സെയ്റ്റ്സഫ് റൂൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെയ്റ്റ്സഫ് റൂൾ എന്താ? സെയ്റ്റ്സഫ് റൂൾ നോക്കുക, ഫസ്റ്റ് ഇയറിലത്തെ ഏത് മാർക്കോണിക്കോഫ് റൂൾ പോലെ സെക്കൻഡ് ഇയറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സെയ്റ്റ്സഫ് റൂൾ. അപ്പോൾ സെയ്റ്റ്സഫ് റൂൾ അനുസരിച്ച് എന്താണ് ഈ റിയാക്ഷൻ? ഡീഹൈഡ്രോ ഹാലോജിനേഷൻ ആണ്. ഡീഹൈഡ്രോ ഹാലോജിനേഷൻ. എന്തുകൊണ്ടാണ് ഇതിനെ ഡീഹൈഡ്രോ ഹാലോജിനേഷൻ പറയുന്നത്? ഹൈഡ്രജനും ഹാലോജനും റിമൂവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ബീറ്റ എലിമിനേഷൻ എന്ന് പറയും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡീഹൈഡ്രോ ഹാലോജിനേഷനിൽ ഏതാണ് മേജർ പ്രോഡക്റ്റ് എന്നറിയോ? ഏതാണ് പ്രിഫേർഡ് പ്രോഡക്റ്റ് എന്നറിയോ? ആ പ്രോഡക്റ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഡബിൾ ബോണ്ട് നോക്കി. ഡബിൾ ബോണ്ട്, ആ ഡബിൾ ബോണ്ടിൽ ഉള്ള ഒന്നാമത്തെ കാർബണിൽ CH3 ഉണ്ടോ? അപ്പോൾ ഒരു ആൽക്കൈൽ ഗ്രൂപ്പായി. അതേപോലെ ഇപ്പുറത്തെ കാർബണിൽ ഒരു CH3 ഉണ്ടോ? 2 ആൽക്കൈൽ ഗ്രൂപ്പായി. ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഇതല്ലേ ഡബിൾ ബോണ്ട്. ഇവിടെ ആൽക്കൈൽ ഗ്രൂപ്പ് ഇല്ല. ഇവിടെ ഗ്രൂപ്പ് ആൽക്കൈൽ ഗ്രൂപ്പ് ഈതയിലാണ്. ഇവിടെ മീതയിലുമാണ്, അത് നിങ്ങൾ നോക്കണ്ട. ഇവിടെ ഈതയിലാണ്. അപ്പോൾ എത്ര ആൽക്കൈൽ ഗ്രൂപ്പ്? 2. അപ്പോൾ ഏതാണ് ഹൈലി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ? ബ്യൂട്ട് 2ഈൻ ആണോ ബ്യൂട്ട് 1ഈൻ ആണോ? ബ്യൂട്ട് 2ഈൻ. എന്തുകൊണ്ട് ബ്യൂട്ട് 2ഈൻ ഹൈലി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ ആയി? ഹൈലി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ ആയി കാരണം അവിടെ 2 ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്. ഇവിടെ എത്ര ആൽക്കൈൽ ഗ്രൂപ്പേ ഉള്ളൂ? 1 ഉള്ളൂ. മനസ്സിലായോ? അതാണ് റൂള്, സെയ്റ്റ്സഫ് റൂള്. മനസ്സിലായോ? അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒന്ന് എല്ലാവരും എഴുതി വെച്ചേ. അക്കോർഡിംഗ് ടു സെയ്റ്റ്സഫ് റൂൾ, സെയ്റ്റ്സഫ് റൂൾ ഇൻ ഡീഹൈഡ്രോ ഹാലോജിനേഷൻ, ഇൻവേർട്ടഡ് കോമ്പിൽ എഴുതുക. ഇൻ ഡീഹൈഡ്രോ ഹാലോജിനേഷൻ the preferred product is that alkene the preferred product is that alkene which has greater number of alkyl groups, on double bonded carbon. Greater number of alkyl groups on double bonded carbon. മനസ്സിലാക്കാനുള്ള എളുപ്പമാണ്. CH3യും CH2ഉം വന്നാൽ നിങ്ങൾ CH2ന്ന് റിമൂവ് ചെയ്യുക. CH2ഉം CHഉം വന്നാൽ CHന്ന് റിമൂവ് ചെയ്യുക. കേട്ടോ? CHും Cയും വന്നാൽ Cന്ന് റിമൂവ് ചെയ്യുന്നു പറയരുത്. കാരണം Cയിൽ H ഇല്ല. അപ്പോൾ CH തന്നെ റിമൂവ് ചെയ്യണം. അപ്പോൾ അവിടെ സെയ്റ്റ്സഫ് റൂൾ ഇല്ല. കേട്ടോ? അപ്പോൾ പറഞ്ഞേ, CH3 CH2ഉം വന്നാൽ ഏതാ റിമൂവ് ചെയ്യുക? CH2. CH2ഉം CHഉം വന്നാലോ? CH. മനസ്സിലായില്ലേ? അപ്പോൾ അത് ഓർമ്മിച്ചാൽ CH2ഉം CHും CH3യും വന്നാലും CH തന്നെ. അതാണ് റൂള്. പഠിച്ചില്ലേ? അപ്പോൾ ആ റൂള് പ്രകാരമുള്ള പ്രോഡക്റ്റ് എഴുതാൻ പഠിച്ചില്ലേ? ബ്യൂട്ടി ഇതിലേതാ മേജർ പ്രോഡക്റ്റ്? ഇതാ ചോദിക്കല്. പക്ഷേ 2-chloroബ്യൂട്ടൈൻ ആൽക്കഹോളിക് AOH ചോദിക്കുന്നത് മേജർ പ്രോഡക്റ്റ് ബ്യൂട്ട് 2ഈൻ ആണോ ബ്യൂട്ട് 1ഈൻ ആണോ? ബ്യൂട്ട് 2ഈൻ. ഓക്കെ, വേറെ എക്സാമ്പിൾ നോക്കുക. ഓക്കെ, CH3 CH CH3 then
CHCl CH3 ഇതാണ് നീരിക്ക. ഇത് ആൽക്കഹോളിക് KOH റിയാക്ഷൻ നടക്കുകയാണെങ്കിൽ എന്തായിരിക്കും മേജർ പ്രോഡക്റ്റ്? ഇതല്ല ആൽഫ, ഇത് ബീറ്റ, ഇത് ബീറ്റ. ബീറ്റ രണ്ടെണ്ണമുണ്ട്, ഒന്ന് CH3 ഉണ്ട്, ഒന്ന് CH ഉണ്ട് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ ഈ മെക്കാനിസം പറയാത്തത് കൊണ്ട് പ്രശ്നമില്ല. മെക്കാനിസം പറയുകയാണെങ്കിൽ ഇതിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്, പക്ഷേ പ്രോഡക്റ്റിൽ മാറ്റം വരുന്നുമില്ല. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള ഐഡിയ ആലോചിക്കുകയോ വേണ്ട. ഇത് ബീറ്റ, ഇത് ബീറ്റ അല്ലേ? അപ്പോൾ ഈ ബീറ്റ കാർബണിൽ ഒരു H ഉണ്ട്, ഈ ബീറ്റ കാർബണിൽ 3 H ഉണ്ട്. അപ്പോൾ H കുറഞ്ഞ് ഇതിൽ നിന്നല്ലേ റിമൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രോഡക്റ്റ് പറഞ്ഞേ -HCl. പ്രോഡക്റ്റ് പറഞ്ഞേ CH3 CH3 പിന്നെ ഡബിൾ ബോണ്ട് CH പിന്നെ CH3 കിട്ടിയോ? ഇതാണ് മേജർ പ്രോഡക്റ്റ്. ഐഡിയ ക്ലിയർ ആയില്ലേ? ഓക്കെ, അപ്പോൾ സെയ്റ്റ്സ് റൂൾ ക്ലിയർ ആയല്ലോ. ഓക്കെ, ഇനി ഐഡിയ ക്ലിയർ ആയി ഇരിക്കുന്നത്. നെക്സ്റ്റ് റിയാക്ഷൻ ഓഫ് ആൽക്കൈൽ ഹാലൈഡ് വിത്ത് മെറ്റൽസ് ആണ്. റിയാക്ഷൻ ഓഫ് ആൽക്കൈൽ ഹാലൈഡ് വിത്ത് മെറ്റൽസ്, അതിൽ ഒരെണ്ണം നമ്മൾ പഠിച്ചില്ല, കഴിഞ്ഞ കൊല്ലം പഠിച്ച വുഡ്സ് റിയാക്ഷൻ. നോക്ക്, വുഡ്സ് റിയാക്ഷൻ. ഇത് 3 റിയാക്ഷനാണ് ഉള്ളത്. ആ 3 ഒരുമിച്ച് പറഞ്ഞു തരും. ഒന്നാമത്തെ വുഡ്സ് റിയാക്ഷൻ, ആൽക്കൈൽ ഹാലൈഡ് RX പ്ലസ് സോഡിയം, 2 സോഡിയം വേണം, ഈതർ സോൾവെൻറ്റ് ഈതർ ഉപയോഗിക്കുമ്പോൾ പ്രോഡക്റ്റ് എന്താ കിട്ടുക? പറയും 2Na പ്ലസ് RX എഴുതിയാൽ പറയാം, തിരിച്ച് RX എഴുതുക. പ്രോഡക്റ്റ് പറഞ്ഞേ RR പ്ലസ് 2NaX, RR പ്ലസ് 2NaX. അപ്പോൾ എക്സാമ്പിൾ നിങ്ങൾ ഏത് വന്നാലും എഴുതി കൂടെ. എക്സാമ്പിൾ പറഞ്ഞേ CH3 CH2Br, സോഡിയം ബാർ ഈതർ ഹീറ്റ്. ഒന്നും ചെയ്യാനില്ല, ഇത് ഡബിളാക്കി എഴുതിയാൽ പറയാം. അപ്പോൾ CH3 CH2 അഗെയിൻ CH2 CH3. ഉത്തരം പറഞ്ഞേ CH3 CH2 CH2 CH3 കിട്ടിയോ? ഇനി ഇതാണെങ്കിലോ വേറെ ഏത് എക്സാമ്പിൾ എടുത്താൽ നിങ്ങൾക്ക് ചെയ്യാം. C3 CH3 യെസ് CL Br IO, സോഡിയം ബാർ ഈതർ ഹീറ്റ്, Na ബാർ ഈതർ ഹീറ്റ്. പറഞ്ഞേ പ്രോഡക്റ്റ് ഈ കാർബൺ അതേപോലെ ഡബിൾ ചെയ്യില്ലേ? അപ്പോൾ ഈ കാർബണിൻ്റെ കൂടെ എന്തൊക്കെയുണ്ട്? C3 ഇനി അതേപോലെ സിംഗിൾ ബോണ്ട് അതേ കാർബൺ, പിന്നെ എത്ര C3 CH3 ഓക്കെ. അപ്പോൾ അങ്ങനെ റിയാക്ഷൻ എഴുതാൻ പറ്റും. വുഡ്സ് റിയാക്ഷൻ മനസ്സിലായല്ലോ? ഓക്കെ, യെസ്. അടുത്തത് നോക്കുക, വുഡ്സ് ഫിറ്റിഗ് റിയാക്ഷൻ. വുഡ്സ് ഫിറ്റിഗ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് അറൈൽ ഹാലൈഡ് ആയിരിക്കണം, ഒന്ന് ആൽക്കൈൽ ഹാലൈഡ് ആയിരിക്കണം. മനസ്സിലായോ? അറൈൽ ഹാലൈഡ് ഏതാ? ബെൻസീൻ ഉണ്ടെങ്കിൽ CL എന്ന് എഴുതാം. സോഡിയം മെറ്റൽ തന്നെ, അപ്പോൾ 2 സോഡിയം തന്നെ എഴുതാം. പ്ലസ് ആൽക്കൈൽ ഹാലൈഡ് അതേതാ? ഒരു CH3Cl എഴുതാം. പഠിച്ചോ? CH3Cl. ഇനി ഒന്നുമില്ല, ഈ CLഉം ഈ 2Naയും ഈ CLഉം കൂടെ NaCl ആവും. അപ്പോൾ എന്താണ്? ഡ്രൈ ഈതർ വേണം ആൻഡ് ഹീറ്റ് കേട്ടോ. ചെയ്താൽ ഈ 2Naയും CLഉം കൂടെ NaCl ആവും. ഉത്തരം കിട്ടും ബെൻസീൻ റിങ് CH3 അല്ലേ? അതായത് ടോൾവീനായി മാറി, ടോൾവീൻ. ഓക്കെ, അപ്പോൾ വുഡ്സ് ഫിറ്റിഗ് റിയാക്ഷൻ എന്ന് വെച്ചാൽ ഒരു അറൈൽ ഹാലൈഡ് ആൽക്കൈൽ ഹാലൈഡുമായിട്ട് സോഡിയം മെറ്റലും ഈതറിൻ്റെ പ്രസൻസിൽ ചൂടാക്കുമ്പോൾ എന്ത് കിട്ടും? ആൽക്കൈൽ ബെൻസീൻ കിട്ടും. ആൽക്കൈൽ ബെൻസീൻ. ആ റിയാക്ഷൻ വിളിക്കുന്ന പേരാണെന്ത്? വുഡ്സ് ഫിറ്റിഗ് റിയാക്ഷൻ. വുഡ്സ് ഫിറ്റിഗ് FITTIG അതില്ലേ? അപ്പോൾ ഇതിക്കോ വെൻ എൻ അറൈൽ ഹാലൈഡ് when an aryl halide is heated with alkyl halide and sodium metal is heated with alkyl halide and sodium metal is heated with alkyl halide and sodium metal in the presence of either alkyl halide and sodium metal in the presence of either alkyl benzene is formed. Alkyl benzene is formed. Alkyl benzene is formed. എഴുതിയോ? ആ റിയാക്ഷനെ എന്ന് വിളിക്കുക വുഡ്സ് ഫിറ്റിഗ് റിയാക്ഷൻ. എന്നിട്ട് ഒരു എക്സാമ്പിൾ എഴുതിക്കോ. വെൻ ക്ലോറോബെൻസീൻ ഈസ് ഹീറ്റഡ് വിത്ത് when chlorobenzene is heated with
methyl chloride and sodium metal, methyl chloride and sodium metal, methyl chloride and sodium metal in the presence of either, methyl chloride and sodium metal in the presence of either, methyl chloride and sodium metal in the presence of either, toluene is formed. Toluene, TOLUENE, TOLUENE എഴുതിയോ? toluene is formed. ഇക്വേഷൻ തന്നെ ബെൻസീൻ റിംഗ് Cl plus 2Na plus C3Cl എറോമാക്കിന് ഈതർ ബാർ ഹീറ്റ് ഗീവ്സ് പറഞ്ഞോ ബെൻസീൻ റിംഗ് CH3 plus 2NaCl എഴുതിയാലും എഴുതിയിട്ടും കുഴപ്പമില്ല. ഇത് തന്നെ വേണമെങ്കിൽ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും, ഹൗ വിൽ യു കൺവേർട്ട് ക്ലോറോബെൻസീൻ ടു ടോൾവീൻ? ഉത്തരം ഇത് തന്നെ, ഹൗ വിൽ യു കൺവേർട്ട് ക്ലോറോബെൻസീൻ ടു ഈതർ, സോറി ക്ലോറോബെൻസീൻ ടു ടോൾവീൻ. അപ്പോൾ അത് ചെയ്തുകൂടെ അതേപോലെ? ഓക്കെ. പിന്നെ നെക്സ്റ്റ് ഫിറ്റിക് റിയാക്ഷൻ, FITTIG, ഫിറ്റിക് റിയാക്ഷൻ. ഫിറ്റിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അറൈൽ ഹാലൈഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എളുപ്പത്തിന് കൊണ്ട് എഴുതിത്തരാം. ബെൻസീൻ റിംഗ് ക്ലോറിൻ ആസ് ക്ലോറോബെൻസീൻ, ഇത് പിന്നെ സോഡിയം ബാർ ഈതർ ഹീറ്റ്, ഇങ്ങനെ ക്വസ്റ്റ്യൻ തരുക. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, അത് നേരെ എഴുതാനും മതി. ഞാൻ ഇങ്ങനെ എഴുതിയത് നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി എഴുതുക. ബെൻസീൻ റിംഗ് Cl എന്ന് എഴുതുക, 2Na എഴുതുക, അഗെയിൻ Cl എന്ന് എഴുതിയിട്ട് ബെൻസീൻ റിംഗ് എഴുതുക. ഇനി നിങ്ങൾക്കറിയാലോ ഈ NaCl അല്ലേ പോവുക, ഈ NaCl റിമൂവ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, ബെൻസീൻ റിംഗ് സിംഗിൾ ബോണ്ട് ബെൻസീൻ റിംഗ് കിട്ടും, പ്ലസ് 2NaCl കിട്ടും. കണ്ടില്ലേ? ഇതിനെ നമ്മൾ സാധാരണ വിളിക്കുക ബൈഫിനൈൽ എന്നാണ് കിട്ടുമെന്ന്. ഡൈഫിനൈൽ എന്ന് വിളിച്ചാലും തെറ്റല്ല, ബൈഫിനൈൽ. ശരിക്കും UPSCയിൽ പറയില്ല അതിനെ ബൈഫിനൈൽ എന്നാണ്. ക്ലിയർ ആയോ? ഈ റിയാക്ഷൻ വിളിക്കുന്ന പേരാണ് ഫിറ്റിക് റിയാക്ഷൻ. ഫിറ്റിക് റിയാക്ഷൻ വേർഡ്സിൽ എഴുതണ്ട, ഈ ഇക്വേഷൻ എഴുതിയ ചായി അതില്ലേ ബെൻസീൻ റിംഗ് Cl സോഡിയം ഈതർ ഹീറ്റ്. ഇപ്പോൾ നമുക്ക് ബൈഫിനൈൽ കിട്ടും. ആ റിയാക്ഷൻ എന്ത് വിളിക്കും? ഫിറ്റിക് റിയാക്ഷൻ, FITTIG. ഇതിനൊരു സിമ്പിൾ റിയാക്ഷൻ ഉണ്ട്. ഒരു ആൽക്കൈൽ ഹാലൈഡ് മെഗ്നീഷ്യമായിട്ട് ഡ്രൈ ഈതർ, ഡ്രൈ എൻഹൈഡ്രസ് ഈതർ കേട്ടോ, ഡ്രൈ എൻഹൈഡ്രസ് ഈതർ അതിൻ്റെ പ്രസൻസിൽ ചൂടാക്കിയാലേ RMgX കിട്ടും. അതൊന്നും പണിയില്ല, RX അല്ലേ ഉള്ളത്, അതിനിടയ്ക്ക് ഒരു മെഗ്നീഷ്യം ചേർത്താൽ മതി. എഴുതാൻ എളുപ്പമാണ്, ഡിഫിക്കൽട്ടായ റിയാക്ഷനാണ് ഇത്. ഏതായാലും RMgX കിട്ടും. ആൽക്കൈൽ ഹാലൈഡ് RX പ്ലസ് മെഗ്നീഷ്യം ഡ്രൈ എൻഹൈഡ്രസ് ഈതർ RMgX. ഇതിനെ നമ്മൾ ആൽക്കൈൽ മെഗ്നീഷ്യം ഹാലൈഡ് വിളിക്കും. ആൽക്കൈൽ മെഗ്നീഷ്യം ഹാലൈഡ് എന്ന് പറഞ്ഞേ എന്താ പേര്? ആൽക്കൈൽ മെഗ്നീഷ്യം ഹാലൈഡ്. ആൽക്കൈൽ മെഗ്നീഷ്യം ഹാലൈഡിനെ നമ്മൾ ഗ്രിഗ്നാർഡ് റിയേജൻ എന്ന് വിളിക്കും. ഗ്രിഗ്നാർഡ്, GRIGNARD, ഗ്രിഗ്നാർഡ് റിയേജൻറ്റ്. ഓക്കെ, ഗ്രിഗ്നാർഡ് റിയേജൻ വിളിക്കും. പഠിച്ചോ? അപ്പോൾ എക്സാമ്പിൾ നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കാതാ. ഇപ്പോൾ CH3Cl ഞാൻ എഴുതേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എഴുതിക്കൂടെ? പറ C3Cl. ഇവിടെ ഞാൻ എഴുതുന്നുണ്ട് C3Cl പ്ലസ് Mg എറോമാക്കിനുള്ള ഈതർ പ്രോഡക്റ്റ് പറഞ്ഞേ, എൻഹൈഡ്രസ് ഈതർ പ്രോഡക്റ്റ് ഒന്നുമില്ല, C3MgCl, മീഥൈൽ മെഗ്നീഷ്യം ക്ലോറൈഡ്, മീഥൈൽ മെഗ്നീഷ്യം ക്ലോറൈഡ്. ഇനി ബെൻസീൻ റിംഗ് Br ആണ്, ബെൻസീൻ റിംഗ് Br പ്ലസ് Mg എറോമാക്കിനുള്ള ഈതർ പ്രോഡക്റ്റ് പറഞ്ഞേ. ബെൻസീൻ റിങ്ങിനിടയിൽ ആ Brനിടയിൽ Mg കൊടുത്താൽ പോരെ, MgBr. പേര് ഫിനൈൽ മെഗ്നീഷ്യം ബ്രോമൈഡ്. എന്താ പ്രോഡക്റ്റിൻ്റെ പേര്? ഫിനൈൽ മെഗ്നീഷ്യം ബ്രോമൈഡ്. നോക്കിയേ, ഇനി ഏതെടുത്താലും കുഴപ്പമില്ല. C2H5I ഈതർ അയോഡൈഡ് പ്ലസ് Mg ഈതർ പ്രോഡക്റ്റ് പറഞ്ഞേ. C2H5Mg പറയുന്ന സമയത്ത് തന്നെ എഴുതണേ, MgI ഈതൈൽ മെഗ്നീഷ്യം അയോഡൈഡ്, ഈതൈൽ മെഗ്നീഷ്യം അയോഡൈഡ്. ക്ലിയർ ആയോ? ഏത് കാർബൺ ആയാലും ഹാലൈഡ് ആണെങ്കിൽ അതിന് ആ കാർബണിനും ആ ഹാലജനും ഇടയ്ക്ക് മെഗ്നീഷ്യം കൊടുത്താൽ മതി. ഇത് വളരെ ഡിഫിക്കൽട്ടായ പ്രോസസ്സാണ്, പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയ റിയേജൻ്റ് ആണ്. ഇത് പല റിയാക്ഷനിലും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. വാട്ട് ഈസ് ഗ്രിഗ്നാർഡ് റിയേജൻറ്റ്? ഇത്ര പറഞ്ഞേ. ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് ഈസ് ആൽക്കൈൽ മെഗ്നീഷ്യം ഹാലൈഡ്. അതെങ്ങനെ പ്രിപ്പയർ ചെയ്യിച്ചാലോ? ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ഹീറ്റിംഗ് ആൽക്കൈൽ ഹാലൈഡ് വിത്ത് മെഗ്നീഷ്യം in the presence of Grignard reagent is prepared by heating alkyl halide with magnesium in the presence of dry anhydrous ether. Alkyl halide with magnesium in the presence of dry anhydrous ether.
ആൽക്കൈൽ ഹാലൈഡ് വിത്ത് മെഗ്നീഷ്യം ഇൻ ദി പ്രസൻസ് ഓഫ് ഡ്രൈ എൻഹൈഡ്രസ് ഈതർ. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ ഇതാണ്, എന്തുകൊണ്ടാണ് എൻഹൈഡ്രസ് ഈതർ ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻ. അതിന് കാരണം വെള്ളം ഉണ്ടെങ്കിൽ ഈ ആൽക്കൈൽ ഹാലൈഡ് മെഗ്നീഷ്യമായിട്ട് റിയാക്റ്റാക്കി കിട്ടുന്ന RMgX അല്ലേ, അത് വെള്ളത്തിൻ്റെ പ്രസൻസിൽ ഡീകമ്പോസ് ചെയ്യും. കിട്ടുമോന്നേ? ഇപ്പോൾ RMgX ഉണ്ടായാൽ അത് വെള്ളത്തിൻ്റെ പ്രസൻസിൽ ഡീകമ്പോസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ROH കിട്ടും. ആൽക്കഹോൾ പ്ലസ് MgXOH കിട്ടും. മനസ്സിലായോ? അപ്പോൾ ആൽക്കഹോളായി മാറും. അതുകൊണ്ടാണ് വെള്ളം ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുന്നത്. മനസ്സിലായോ അല്ലേ? അപ്പോൾ ROH അല്ല, RH തെറ്റിപ്പോയി. RMgX പ്ലസ് H2 അല്ലേ, കിട്ടുന്ന പ്രോഡക്റ്റ് RH പ്ലസ് MgXOH ആണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ഞാൻ അടുത്ത ചാപ്റ്ററിൽ പറഞ്ഞുതരും. RH ഹൈഡ്രോ കാർബൺ ആണ് കിട്ടുക. RH ആണ് ഹൈഡ്രോ കാർബൺ. അപ്പോൾ നിങ്ങൾ ഇത്രേ പറയണ്ടോ, വൈ എൻഹൈഡ്രസ് ഈതർ ഈസ് യൂസ്ഡ് ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് Grignard reagent. വൈ എൻഹൈഡ്രസ് ഈതർ ഈസ് യൂസ്ഡ് ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് Grignard reagent. ആൻസർ പറയേണ്ടത് Grignard reagent ഡീകമ്പോസ് ഇൻ ദി പ്രസൻസ് ഓഫ് വാട്ടർ ടു ഫോം ഹൈഡ്രോ കാർബൺ. Grignard reagent ഡീകമ്പോസ് in the presence of water to form hydrocarbon. Grignard reagent reacts with decompose in the presence of water to form hydrocarbon. Question ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. RMgX plus H2 gives, നേരത്തെ എഴുതി തെറ്റിപ്പോയി, RH plus MgXOH കിട്ടില്ലേ? ഇനി റിയാക്ഷൻസ് അറൈൽ ഹാലൈഡ് ഹെഡിങ് എഴുതുക. റിയാക്ഷൻസ് അറൈൽ ഹാലൈഡ്. അറൈൽ ഹാലൈഡിൻ്റെയും ഈ ടോപ്പിക്കിൽ മെയിനായി ഡിസ്കസ് ചെയ്യുന്ന ഏരിയ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനാണ്. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എഴുതിക്കോ. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ഓഫ് അറൈൽ ഹാലൈഡ്. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ഓഫ് അറൈൽ ഹാലൈഡ്. അപ്പോൾ നമുക്കറിയാം, നേരത്തെ നമ്മൾ SN1 SN2 റിയാക്ഷൻ പറഞ്ഞില്ലേ, ഇവിടെ അങ്ങനെയുള്ള പേരില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ റിയാക്ഷൻ്റെ ഇങ്ങനെയാണ് റിയാക്ഷൻ വരുന്നത്. ബെൻസീൻ റിങ്ങിൻ്റെ കൂടെ ഒരു ക്ലോറിനോ ബ്രോമിനോ അയഡിനോ പ്ലസ് ഒരു ന്യൂക്ലിയോഫൈലായിട്ട് എഴുതാം, NaOH എഴുതാം. NaOH ഇത് 623 കെൽവിനും 300 അറ്റ്മോസ് പ്രഷറുമാണ്. 300 അറ്റ്മോസ് പ്രഷർ ഹീറ്റ് ചെയ്യാം. ഓക്കെ, പിന്നീട് അതിന് ശേഷം അപ്പോൾ നിങ്ങൾ കിട്ടുന്ന പ്രോഡക്റ്റ് ബെൻസീൻ റിങ് ഈ Cl പകരം OH വരും, ഫീനോളായി മാറും. പക്ഷേ ഫീനോൾ അസിഡിക്കാണ്. ഫീനോൾ എന്താണ്? അസിഡിക്ക്. നെക്സ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞുതരും. ഫീനോൾ അസിഡിക് ആയതുകൊണ്ട് ആ അസിഡിക്കായ ഫീനോൾ NaOH റിയാക്റ്റിൽ ONA ആയി മാറും. അതിലേക്ക് നമ്മൾ കുറച്ച് H+ അല്ലെങ്കിൽ HCl ഏതെങ്കിലും HCl HNO3 H+ എഴുതിയാൽ മതി. ആഡ് ചെയ്യുമ്പോൾ ആ ONA എന്തായി മാറും? OH ആവും. കേട്ടോ? HCl ഉണ്ടെങ്കിൽ NaCl NaCl ആവും. അപ്പോൾ ഇത് കിട്ടും. ഇതാണ് റിയാക്ഷൻ. അപ്പോൾ നിങ്ങൾ ആ ഇൻ്റർമീഡിയറ്റ് സ്റ്റെപ്പ് നിങ്ങൾ നോക്കണ്ട, നമുക്ക് വേണമെങ്കിൽ ഒരുമിച്ചുള്ള സ്റ്റെപ്പ് എഴുതാം. പറ, ബെൻസീൻ റിങ് ആ OH കിട്ടുന്ന സ്റ്റെപ്പില്ലേ, ബെൻസീൻ റിങ് Cl, പിന്നെയോ ഒന്ന് ഏതാണ് NaOH 623 കെൽവിൻ, പിന്നെ 300 അറ്റ്മോസ്. ടെമ്പറേച്ചർ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടെങ്കിലും പഠിക്കുക. 2 H+. പ്രോഡക്റ്റ് പറ, ബെൻസീൻ റിങ് OH ഫീനോൾ. ഇങ്ങനെ ഷോർട്ട് ഫോമായിട്ട് എഴുതാം ഫീനോൾ കേട്ടോ. ഇനി നമ്മൾ ഈ റിയാക്ഷൻ്റെ മെക്കാനിസമാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. മെക്കാനിസം പഠിച്ചാലേ നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് 2 സ്റ്റെപ്പിലാണ് റിയാക്ഷൻ നടക്കുന്നത്. ബെൻസീൻ റിങ് Cl എന്ന് പറഞ്ഞാൽ ഇതല്ലേ, ക്ലോറോ ബെൻസീൻ. ഇതിൽ ന്യൂക്ലിയോഫൈൽ OH- അല്ലേ, ആ OH- ഇവിടെയുണ്ട്. അപ്പോൾ ആദ്യം OH- ദൂരെ നിൽക്കും. പിന്നെ ഇത് Δ+, ഇതോ Δ-. നേരത്തെ പോലെ ഇത് സ്വന്തമായി അയണൈസ് ചെയ്യുന്നുമില്ല, നേരെ അറ്റാക്ക് ചെയ്യുന്നുമില്ല. പകരം എന്ത് അറിയോ, ഈ OH- ഈ കാർബണിൻ്റെ അടുത്തേക്ക് വരും, മെല്ലെ വന്നിട്ട് ക്ലോറിനെ കാണാതെ വരും. മനസ്സിലായോ? ക്ലോറിനെ കാണാതെ വരുന്നില്ല, കണ്ടിട്ടേ വരാൻ പറ്റും. അതുകൊണ്ട് ആദ്യം മെല്ലെ വരും, പിന്നെ കുറച്ചും കൂടെ അടുത്ത് വരും, പിന്നെ അടുത്ത് അങ്ങനെ വന്നപ്പോൾ കാർബണുമായിട്ടുള്ള ഒരു കാർബൺ OH- കാണുന്നുണ്ട്. Cl ചിലപ്പോൾ കാണുന്നുണ്ടാവും, പക്ഷേ Cl തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവില്ല. ആ Cl ഒഴിവാക്കാൻ വേണ്ടി വരുന്നത് തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ വന്ന് ഈ OH- ഈ കാർബൺ എന്ത് ചെയ്യും, ഇവിടെ നിൽക്കാൻ സ്ഥലം കൊടുക്കും. ആദ്യം കുറച്ച് സ്നേഹമായി, പിന്നെ വലിയ സ്നേഹത്തിലേക്ക് മാറിയില്ലേ. കാരണം ഈ ക്ലോറിനെ ഒഴിവാക്കാനേ വരുന്നത്, ക്ലോറിന് അറിയില്ല. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തറിയോ, ഈ പൈ ഇലക്ട്രോൺ നേരെ ഇവിടത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും.
ഇങ്ങനെ ഈ കാർബണിലേക്ക്. അപ്പോൾ ഇവിടെ ചാർജായി മൈനസ്, ഇവിടെയോ പ്ലസ്. സോറി, തിരിച്ചാണ്. അപ്പോൾ ഇലക്ട്രോൺ ഷിഫ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഇവിടത്തേക്കാണ് ഷിഫ്റ്റ് ചെയ്യുക. കാരണം ഇവിടെ നിന്ന് ചാർജ് പ്ലസ്, ഇവിടെയോ മൈനസ്. ഈ പ്ലസ്സിലേക്കല്ലേ അത് വരേണ്ട, വായിച്ച് വരുന്നുണ്ട്. ഇവിടെ പ്ലസ്, ഇവിടെ മൈനസ്. അപ്പോൾ ഈ പ്ലസ്സിലേക്ക് വായിച്ച് വരും. അപ്പോൾ എന്താ പ്രോഡക്റ്റ് കിട്ടുക? ഇൻ്റർമീഡിയറ്റ് ആയിട്ട് എന്ത് കിട്ടും? ഇവിടെ ബെൻസീൻ റിങ്, ഇവിടെ ഓൾറെഡി Cl ഉണ്ട്, ഇവിടെ ഒരു OH വന്നു, ഇവിടെ നിന്ന് ചാർജ് വരും, മൈനസ് ചാർജ് അല്ലേ വരിക? മൈനസ് ചാർജ് കണ്ടോ? ഈ പൈ ഇലക്ട്രോൺ ഇവിടുത്തെ ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് ആ കാർബൺ ആ OH അവിടെ നിൽക്കാൻ സ്ഥലം കൊടുക്കും. അതിനുശേഷം ഇത് റെസൊണൻസ് വഴി സ്റ്റെബിലൈസ് ചെയ്യും. ഇങ്ങനെ റെസൊണൻസ് വഴി സ്റ്റെബിലൈസ് ചെയ്യാൻ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഇതാ ഈ ഇലക്ട്രോൺ നേരെ ഇവിടത്തേക്ക് വരും, ഇത് നേരെ ഇവിടത്തേക്ക് വരും. അപ്പോൾ എന്താ കിട്ടുക? ഇവിടെ Cl ഉണ്ട്, OH ഉണ്ട്, ഇവിടെ ഡബിൾ ബോണ്ടായി, ഇവിടെ മൈനസായി, ഡബിൾ ബോണ്ടായി. എഗെയിൻ ഇത് ഇവിടത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും, ഇത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ എന്താ കിട്ടുക? പറയും. ബെൻസീൻ റിങ് മുകളിൽ ഒരു Cl ഉണ്ട്, ഒരു OH ഉണ്ട്, താഴെ ഈ ഡബിൾ ബോണ്ട് ഇവിടെ ഉണ്ട്, പിന്നെ ഇവിടെ പുതിയ ഡബിൾ ബോണ്ട് വന്നു, ഇവിടെ ഒരു മൈനസ് ചാർജായി. ഇങ്ങനെ കിട്ടിയില്ലേ? ഈ മൂന്നിനും തുല്യമായിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് എന്ത്? ഇതാ ഇവിടുന്ന് ഇവിടെ വരെ അല്ലേ ഇലക്ട്രോൺ ഡീലോക്കലൈസേഷൻ നടക്കുന്നത്? ഇതാ ഇങ്ങനെയാണ് ഇപ്പോൾ. എന്നിട്ട് ഇവിടെ ഒരു Cl, ഇവിടെ OH എഴുതുക, മനസ്സിലായോ? മിഡിലിൽ മൈനസ് ചാർജ് എഴുതുക. ഇതാണ് അതിൻ്റെ കോമൺ. അതായത് പൈ ഇലക്ട്രോൺ ഏത് ഈ കാർബൺ മുതൽ ഈ കാർബൺ വരെ അല്ലേ എന്ത് ഷിഫ്റ്റ് ചെയ്യുന്നത്? അതുകൊണ്ട് മനസ്സിലായോ? ഈ പിന്നെ കാർബാനിയോൺ കിട്ടും. എന്താ കിട്ടുക? കാർബാനിയോൺ. ഇത് സ്റ്റെപ്പ് 2ൽ, അപ്പോൾ ഞാൻ അതിൻ്റെ റെസൊണൻസ് ഹൈബ്രിഡാണ് വരച്ചിട്ടില്ലേ? ആ സ്റ്റെപ്പ് 2ൽ ഈ കാർബാനിയോൺ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്തറിയോ? ഇതാ ഈ മൈനസ് ചാർജ് ഇവിടത്തേക്ക് തന്നെ പഴയതുപോലെ തിരിച്ച് ഷിഫ്റ്റ് ചെയ്ത്, കണ്ടില്ലേ? തിരിച്ച് ഷിഫ്റ്റ് ചെയ്ത് ഈ Cl ഇവിടുന്ന് പുറത്താക്കും. കണ്ടോ? അപ്പോൾ ഏത് റിങ് തിരിച്ചു വന്നു? ബെൻസീൻ റിങ് തിരിച്ചു വന്നു. ഇവിടെ എന്ത് കിട്ടി? OH കിട്ടി, പ്ലസ് Cl മൈനസ് ആയി. കണ്ടില്ലേ? ഇതാണ് റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ നേരത്തെ പോലെ അല്ല റിയാക്ഷൻ നടക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ക്ലോറോബെൻസീൻ സോഡിയം ഹൈഡ്രോക്സൈഡ് ആ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ പറഞ്ഞത് അതിനേക്കാൾ വേഗത്തിൽ നടക്കും വേറെ ഗ്രൂപ്പ് വന്നാൽ എന്നൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പ് 1ൽ മനസ്സിലായില്ലേ? ഇൻ്റർമീഡിയറ്റ് ഉണ്ടാവുമെന്ന് മനസ്സിലായല്ലോ? ആ ഇൻ്റർമീഡിയറ്റ് റെസൊണൻസ് വഴി സ്റ്റെബിലൈസ് ചെയ്യുന്നു. കേട്ടോ? ഓക്കെ, നമുക്ക് ഇത്ര ലെവലിൽ ആവശ്യമൊന്നുമില്ല, എന്നാലും ഈ കാർബാനയോണിൻ്റെ ആവശ്യമുണ്ട് ഈ കോണ്ടസ്റ്റ് തന്നെ. അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. അതിനുശേഷം ഈ കാർബാനയോൺ എന്ന ഈ Cl മൈനസിനെ പുറത്താക്കിയിട്ട് ഫീനോളായി മാറി. പഠിച്ചോ? ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ അത് ഐഡിയ ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ ഇതാ നോക്കുക. ഇത് ബെൻസീൻ റിങ് Cl NO2 ഓർത്തോ നൈട്രോ ക്ലോറോ ബെൻസീൻ. ഇത് ബെൻസീൻ റിങ് Cl മെറ്റാ നൈട്രോ ക്ലോറോ ബെൻസീൻ. ഇത് ബെൻസീൻ റിങ് Cl, ഇത് പാരാ പൊസിഷനിൽ എഴുതുക. അപ്പോൾ പാരാ നൈട്രോ ക്ലോറോ ബെൻസീൻ. ഈ മൂന്നിൻ്റെയും റിയാക്ടിവിറ്റി ഏതാ കൂടുതൽ കണ്ടുപിടിക്കണം. അപ്പോൾ നിങ്ങൾക്കറിയാം ഇത് NaOH ഹീറ്റ് ചെയ്താൽ ഉണ്ടാകുന്ന ഇൻ്റർമീഡിയറ്റ്, ഓരോന്നിനും ഞാൻ ഇൻ്റർമീഡിയറ്റ് മാത്രം വരക്കാം. ഇതിലാണെങ്കിൽ കിട്ടുന്ന ഇൻ്റർമീഡിയറ്റ് ബെൻസീൻ റിങ് ഇവിടെ Cl അല്ല, Cl ഇവിടെ അല്ല, Cl തന്നെ ഉണ്ടാവും. Clൻ്റെ കൂടെ OH ഉണ്ടാവില്ലേ? OH, ദെൻ ഇവിടെ മൈനസ്, ശരിയല്ലേ? ഇവിടെ NO2 കുറച്ചുകൂടെ മാറ്റി വരക്കുന്നത് ഡബിൾ ബോണ്ടോ മൈനസ് പ്ലസ് അല്ലെങ്കിൽ വരക്കല്ലേ? NO2 N ഡബിൾ ബോണ്ടോ, Nൽ പ്ലസ്സോ ഓയിൽ മൈനസോ. ബാക്കി നമുക്കറിയാം ഇതല്ലേ ഡബിൾ ബോണ്ട് പൊസിഷൻ, നേരത്തെ വരച്ചതല്ലേ? ഇനി അത് മെറ്റയാണെങ്കിൽ എന്താ ചിത്രം കിട്ടുക? മെറ്റയാണെങ്കിൽ കിട്ടാവുന്ന ചിത്രം എന്താണ്? ഇവിടെ വരക്കുന്നുണ്ട്, നോക്കുക. ഇവിടെ Cl, ഇവിടെയോ OH, ദെൻ ഇവിടെ ഡബിൾ ബോണ്ട്, ഇവിടെ N, ഇവിടെ മൈനസ് N ഡബിൾ ബോണ്ടോ മൈനസ് പ്ലസ്. കേട്ടോ? ചിത്രം ശരിക്കും വരക്കണേ. ഇനി പാരയാണെങ്കിലോ? ഇത് ഓർത്തോ അല്ല മെറ്റ. ഇനി പാരയാണെങ്കിലോ? ഇവിടെ ഞാൻ വരയ്ക്കാൻ ശ്രദ്ധിക്കുക. യെസ്, ബെൻസീൻ റിങ് ഇവിടെ Cl, ഇവിടെ OH, ഇവിടെ ഒരു മൈനസ്, ഡബിൾ ബോണ്ട്, ദെൻ ഇവിടെ N ഡബിൾ ബോണ്ടോ മൈനസ് പ്ലസ്. കണ്ടില്ലേ? NO2 ഗ്രൂപ്പ് ഇലക്ട്രോൺ വലിക്കുന്ന ഗ്രൂപ്പാണ്. നമ്മൾ പറയൽ വിഡ്രോയിങ് ഗ്രൂപ്പാണ്, അതോടൊപ്പം ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ്. എന്താണ്? ഡീആക്ടിവേറ്റ് ചെയ്യുക. ബെൻസീൻ റിങ്ങിൽ ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പും ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പും നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. ഞാൻ ഒന്ന് ചെറുതായി പറഞ്ഞ് ശ്രദ്ധിക്കുക. ഇപ്പോൾ ബെൻസീൻ റിങ് OH ആണെന്ന് ഇരിക്കുക. ബെൻസീൻ റിങ്ങിൽ OH ഉണ്ടെങ്കിൽ ഇവിടെ OH 2 ലോൺ പെയർ ഉണ്ടാവും. ഈ ലോൺ പെയർ, ഈ ഓക്സിജൻ്റെ ലോൺ പെയർ ഈ ബെൻസീൻ റിങ്ങുമായിട്ട് ഇങ്ങനെ കറങ്ങാൻ പോകും. കണ്ടോ? രസം കണ്ടോ കറങ്ങുന്നത്? അപ്പോൾ ഇങ്ങനെ ആ OH ഇല്ലെങ്കിലും ബെൻസീനിന് കറക്കമുണ്ട്, പക്ഷേ OH ഉണ്ടെങ്കിൽ ബെൻസീനിന് കുറച്ചുകൂടി ഉഷാറാവും. കാരണം ആരെ കൂട്ടി കറങ്ങാൻ? ബെൻസീൻ റിങ് മാത്രമേ കറങ്ങുന്നതെങ്കിൽ കാർബൺ മാത്രമല്ലേ കറങ്ങുള്ളൂ. എടാ അത് വേറെ അതിൻ്റെ രസമല്ലേ? ഓക്സിജനും കൂടി കൂട്ടി കറങ്ങുക പറഞ്ഞാൽ
അതുകൊണ്ട് അതിന് കുറച്ചും കൂടെ ശക്തി കൂടും. അപ്പോൾ അതിന് നമ്മൾ ആക്ടിവേറ്റിംഗ് എഫക്റ്റ് എന്ന് പറയും. എന്നാൽ ബെൻസീൻ റിങ്ങിൽ ഇവിടെ ഒരു ഏത് NO2 ഗ്രൂപ്പാണ് ഉള്ളതെങ്കിലോ, ഇതാണ് NO2 ഇരിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് അറിയുക, ഈ ബെൻസീൻ റിങ് ഇങ്ങനെ റെസണൻസ് ഉണ്ടോ, ഞാൻ എറോ മാർക്ക് വരക്കുന്നത് ശ്രദ്ധിക്കുക, ഇങ്ങനെ റെസണൻസ് കേട്ടോ. അപ്പോൾ ആ റെസണൻസ് ബെൻസീൻ റിങ് നടക്കുന്നുണ്ടെങ്കിലും അത് ബെൻസീൻ റിങ്ങിന് ഉള്ളിലേക്കാണോ പുറത്തോട്ടാണോ? പുറത്തോട്ടല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ബെൻസീൻ റിങ് ഒരിക്കലും NO2 ഗ്രൂപ്പ് വരാൻ അവിടെ ഇഷ്ടപ്പെടില്ല. കാരണം ബെൻസീനിലുള്ള ഇലക്ട്രോണിനെ കംപ്ലീറ്റ് പിടിച്ച് വലിച്ച് കൊണ്ടുപോവാണ്. അപ്പോൾ അതാ ഡീആക്ടിവേറ്റിംഗ് എഫക്റ്റ്. എന്താ പറയുക, ഡീആക്ടിവേറ്റിംഗ് എഫക്റ്റ്. ക്ലിയർ ആയോ? ബെൻസീൻ റിങ്ങിന് റെസണൻസ് ഉണ്ട് ആരില്ലെങ്കിലും. ആ റെസണൻസിനെ ശക്തിപ്പെടുത്തുന്ന ഗ്രൂപ്പിനെ ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് എന്നും അത് ശക്തിപ്പെടുത്താത്ത ഗ്രൂപ്പിനെയോ ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് എന്നും പറയും. ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പിൽ പ്രധാനമായിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ ഈ കോൺടെസ്റ്റിൽ പഠിക്കാൻ NO2 മാത്രമേ ഉള്ളൂ. NO2 ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണെന്ന് പഠിക്കുക കേട്ടോ. അതേപോലെ തന്നെ ബാക്കി നമ്മൾ പഠിക്കാനുള്ള ഈ OH ഇല്ലേ, ആൽക്കഹോൾ, അതൊക്കെ എന്ത് ഗ്രൂപ്പാണ്? ആൽക്കഹോളിൻ്റെ ഗ്രൂപ്പ്, ഈതറിൻ്റെ ഗ്രൂപ്പ്, അതൊക്കെ ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ് കേട്ടോ. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ കാർബാനയോണിൻ്റെ സ്റ്റെബിലിറ്റി നേരത്തെ നമ്മൾ ചെയ്തതല്ലേ ഇങ്ങോട്ട് റെസണൻസ് വെച്ചിട്ട്. എന്നാൽ ഇത് നോക്കിയേ, ഇത് ഇങ്ങനെ ഒരു റെസണൻസ് ഉണ്ടാവില്ലേ, കണ്ട? ആ മൈനസ് ചാർജുള്ള കാർബൺ നൈട്രോ ഗ്രൂപ്പുമായിട്ട് ഒരു കറങ്ങാൻ പോയി. ആ കറങ്ങാൻ പോയ വകയിൽ ഇതാകുണ്ടോ, ഈ ഇവിടെ ഡബിൾ ബോണ്ടാവും, ഈ ഓക്സിജനിൽ മൈനസ് ചാർജ് വരും. ഏതിൽ മൈനസ് ഉള്ള സ്റ്റേബിൾ? കാർബണിൽ മൈനസ് ഉള്ളതാണോ സ്റ്റേബിൾ? ഓക്സിജനിൽ മൈനസ് ഉള്ളതാണോ? ഓക്സിജനിൽ. അപ്പോൾ ഓക്സിജനിൽ മൈനസ് ചാർജ് വന്നില്ലേ ഇവിടെ? എന്നാൽ അതേപോലെ റെസണൻസ് നോക്കോ, ഇത് ഇവിടത്തേക്ക് വന്ന് ഇത് അങ്ങോട്ട് പോവില്ല, ഇത് ഇവിടത്തേക്കേ പോകും. കണ്ടോ നിങ്ങൾ? അപ്പോൾ ഈ മെറ്റാ പൊസിഷനിലാകുമ്പം NO2 ഗ്രൂപ്പിന് ഏതില്ല? NO2 ഗ്രൂപ്പിന് ഡീആക്ടിവേറ്റിംഗ് എഫക്റ്റ് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന് റെസണൻസ് എഫക്റ്റ്, അതാണ് ഈ റെസണൻസ് എഫക്റ്റ്. ഇത് റെസണൻസ് എഫക്റ്റാണ് കാണിക്കുന്നത്. ഇത് ഇവിടെ റെസണൻസ് എഫക്റ്റ് ഈ NO2 ഗ്രൂപ്പിൻ്റെ ഭാഗത്തേക്ക് ഇല്ല. ക്ലിയറായോ? അപ്പോൾ അതിന് നെഗറ്റീവ് ഇൻഡക്റ്റീവ് എഫക്റ്റ് കൊണ്ട് മാത്രമേ എന്തുള്ളൂ? ഡീആക്ടിവേറ്റിംഗ് എഫക്റ്റ് ഉള്ളൂ. അപ്പോൾ ഡീആക്ടിവേറ്റിംഗ് എഫക്റ്റ് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്, റെസണൻസ് എഫക്റ്റ് കൊണ്ടും പിന്നെയോ നെഗറ്റീവ് ഇൻഡക്റ്റീവ് എഫക്റ്റ് കൊണ്ടും. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ആ റെസണൻസ് എഫക്റ്റ് കാണുന്നില്ലേ? ഈ ഇലക്ട്രോൺ ഇവിടത്തേക്ക് വന്ന് ഇത് ഇങ്ങോട്ട് പോകുന്നില്ലേ? പക്ഷേ അതേ സമയത്ത് അങ്ങനെയുള്ളൊരു സംഭവം ഈ മെറ്റാ പൊസിഷനിൽ കാണുന്നില്ല. എന്നാൽ ഈ മൈനസ് ചാർജ് നേരെ ഇവിടത്തേക്ക് വന്ന് ഇത് ഇവിടത്തേക്ക് വന്ന് ഇത് ഇവിടത്തേക്ക് വന്നു, കണ്ടോ? നല്ലൊരു കറക്കം കണ്ടോ? അപ്പോൾ പാരാ പൊസിഷനിലാണെങ്കിൽ ആ കറക്കം കുറച്ച് ദൂരം കറങ്ങുന്നതാണോ നല്ലത്, കുറേ ദൂരം കറങ്ങുന്നതാണോ നല്ലത്? കാര്യം കൂട്ടിയിട്ടായിക്കോട്ടെ, കുറേ ദൂരം കറങ്ങുന്നതല്ലേ നല്ലത്. അങ്ങനെ കുറേ ദൂരം കറങ്ങിയിട്ട് ഇവിടെ മൈനസ് ചാർജ് ഓക്സിജനിൽ വരും. അപ്പോൾ അത് പാരാ പൊസിഷനിലാവുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയും എന്താണ്, NO2 ഗ്രൂപ്പ് ഓർത്തോ പൊസിഷനിലായാലും മെറ്റാ പൊസിഷനിലായാലും പാരാ പൊസിഷനിലായാലും ഡീആക്ടിവേറ്റിംഗ് ആണ്. പക്ഷേ പാരാ പൊസിഷനിലാണ് റെസണൻസ് എഫക്റ്റ് കൂടുതൽ. അതുകൊണ്ട് ഡീആക്ടിവേറ്റിംഗ് എഫക്റ്റ് കൂടുതൽ എവിടെയാണ്? ഓർത്തോ പൊസിഷനിലാണോ പാരാ പൊസിഷനിലാണോ മെറ്റാ പൊസിഷനിലാണോ? പാരാ. ഇനി ഓർത്തോയും മെറ്റയും താരതമ്യം ചെയ്യുമ്പോൾ മെറ്റയിൽ -I ഇഫക്റ്റ് കൊണ്ട് മാത്രമേ എന്തുള്ളൂ? ഡീആക്ടിവേറ്റിംഗ് എഫക്റ്റ് ഉള്ളൂ. മനസ്സിലായോ? -I ഇഫക്റ്റ് കൊണ്ട് മാത്രമേ ഡീആക്ടിവേറ്റിംഗ് എഫക്റ്റ് ഉള്ളൂ. ഏത് പൊസിഷനിൽ? മെറ്റാ പൊസിഷനിൽ. പക്ഷേ ഓർത്തോ പൊസിഷനിൽ ആ ഡീആക്ടിവേറ്റിംഗ് എഫക്റ്റ് ഏതുകൊണ്ടുമാണ്? റെസണൻസ് എഫക്റ്റ് ഉണ്ട് അല്ലേ, -I ഇഫക്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഇത്ര ഡെപ്തിൽ നിങ്ങൾക്ക് ആവശ്യമില്ല. എന്നാലും ഇത് ഒന്ന് പറയുന്നത് ഈ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുക. എന്താണ് ഡീആക്ടിവേറ്റിംഗ് എഫക്റ്റ് അറ്റ് ഓർത്തോ ആൻഡ് പാരാ പൊസിഷൻ ഈസ് ഡീആക്ടിവേറ്റിംഗ് എഫക്റ്റ് ഓഫ് NO2 ഗ്രൂപ്പ് അറ്റ് ഓർത്തോ ആൻഡ് പാരാ പൊസിഷൻ ഈസ് ഡ്യൂ ടു ബോത്ത് റെസണൻസ് എഫക്റ്റ് ആൻഡ് റെസണൻസ് ആണ് -R മൈനസ് റെസണൻസ് എഫക്റ്റ് ആണ്, -R ഇഫക്റ്റ് ആൻഡ് ഇൻഡക്റ്റീവ് എഫക്റ്റ് -I ഇഫക്റ്റ്. കേട്ടോ? ഓക്കെ. എന്നാലോ അറ്റ് മെറ്റാ പൊസിഷൻ ഇറ്റ് ഈസ് ഓൺലി ഡ്യൂ ടു ഏത്? അറ്റ് മെറ്റാ പൊസിഷൻ ഇറ്റ് ഈസ് ഓൺലി ഡ്യൂ ടു -I ഇഫക്റ്റ്. ചുരുക്കത്തിൽ നിങ്ങൾ ഇങ്ങനെയെങ്കിലും മനസ്സിലാക്കുക. എവിടെയാണ് കൂടുതൽ ഡീആക്ടിവേറ്റിംഗ് എഫക്റ്റ്? പാരാ. അത് കഴിഞ്ഞാൽ ഏതാ? ഓർത്തോ. പിന്നെ ഏതാ? മെറ്റാ. ഡീആക്ടിവേറ്റിംഗ് എഫക്റ്റ് കൂടുന്തോറും കാർബാനയോണിൻ്റെ സ്റ്റെബിലിറ്റി കൂടിക്കൊണ്ട് വരും. കിട്ടുമോ? വിത്ത് ഇൻക്രീസ് ഇൻ ഡീആക്ടിവേറ്റിംഗ് എഫക്റ്റ് സ്റ്റെബിലിറ്റി ഓഫ് കാർബാനയോൺ ഇൻക്രീസസ്. എഴുതിയെല്ലാവരും? വിത്ത് ഇൻക്രീസ് ഇൻ deactivating effect stability of carbanion increases. With increase in deactivating effect stability of carbanion increases. With increase in deactivating effect stability of carbanion increases. Okay. Any deactivating effect decrease in the order para greater than ortho greater than meta. Deactivating effect in the decreasing order para greater than ortho greater than meta. Clear? Any
ആ ഇൻ്റർമീഡിയറ്റിൻ്റെ സ്റ്റെബിലിറ്റി കൂടുന്തോറും റിയാക്ടിവിറ്റി കൂടും കേട്ടോ. വിത്ത് ഇൻക്രീസ് ഇൻ സ്റ്റെബിലിറ്റി ഓഫ് ദി ഇൻ്റർമീഡിയറ്റ് കാർബാനിയോൺ, വിത്ത് ഇൻക്രീസ് ഇൻ സ്റ്റെബിലിറ്റി ഓഫ് ദി ഇൻ്റർമീഡിയറ്റ് കാർബാനിയോൺ, വിത്ത് ഇൻക്രീസ് ഇൻ സ്റ്റെബിലിറ്റി ഓഫ് ദി ഇൻ്റർമീഡിയറ്റ് കാർബാനിയോൺ, with increase in stability of the intermediate carbanion, 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 reactivity increases, reactivity increases, reactivity increases. അതുകൊണ്ട് റിയാക്ടിവിറ്റി ഓർഡർ പറഞ്ഞേ നോക്കിക്കോ. റിയാക്ടിവിറ്റി decrease in the order para-nitrochlorobenzene, reactivity decrease in the order para-nitrochlorobenzene greater than para-nitrochlorobenzene greater than ortho-nitrochlorobenzene greater than meta-nitrochlorobenzene, para-nitrochlorobenzene greater than ortho-nitrochlorobenzene greater than meta-nitrochlorobenzene. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, എല്ലാ നൈട്രോ ക്ലോറോബെൻസീനും ക്ലോറോബെൻസീനേക്കാൾ മോർ റിയാക്റ്റീവാണ്. എന്താ കാരണം? ഏത് 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 ഗ്രൂപ്പ് ഉണ്ടായതുകൊണ്ട് ഡീആക്ടിവേറ്റിംഗ് എഫക്റ്റ്. എന്നാൽ ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണെങ്കിൽ റിയാക്ടിവിറ്റി കുറയും കേട്ടോ. അതിനെക്കുറിച്ച് ഇപ്പോൾ ഞാൻ പറയണില്ല. അപ്പോൾ ഡീആക്ടിവേറ്റിംഗ് എഫക്റ്റ് വന്നാൽ ക്ലോറോബെൻസീനേക്കാൾ മോർ റിയാക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഓർത്തോ നൈട്രോ ക്ലോറോബെൻസീനാണോ മോർ റിയാക്റ്റീവ്? ക്ലോറോബെൻസീനാണോ? നോ ഡൗട്ട് ഓർത്തോ നൈട്രോ ക്ലോറോബെൻസീൻ. എല്ലാ നൈട്രോ ക്ലോറോബെൻസീനും ക്ലോറോബെൻസീനേക്കാൾ മോർ റിയാക്റ്റീവാണ്. ഓക്കെ.